ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദുഃഖങ്ങൾ വരാറുണ്ടല്ലോ. ചിലർ അങ്ങനെയല്ല, ചിലവർ എപ്പോൾ നോക്കിയാലും അവർ ദുഃഖത്തിൻ്റെ ഒരു മൂടുപടം എടുത്തണിഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് നൽകുന്ന പാഠം അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകളൊക്കെ അങ്ങനെ ദുഃഖത്തിൻ്റെ ഒരു ആവരണം ഇട്ട് നടക്കുക, ഒരു ഡ്രസ്സ് ഇടുന്നത് പോലെ അപ്പോഴും സാഡ് ഫേസ്, സാഡ് ചിന്തകളുമായിട്ട് നടക്കും. അങ്ങനെയുള്ളവർക്ക് ആ ഒരു മൂഡ് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ചില ടിപ്സുകളാണ് നമ്മളിന്ന് പറയുന്നത് കേട്ടോ. അതിനുവേണ്ടി നമുക്ക് ചില നല്ല ശാന്തമായ ചിന്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നല്ല ദുഃഖത്തിലുള്ള അങ്ങനെ ഒരു മൂഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കുക, നിങ്ങളെക്കാട്ടിൽ ഉപരിയായിട്ട് വേറെ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടായിരിക്കും. മക്കളാകട്ടെ, ലൈഫ് പാർട്ട്ണറാകട്ടെ, പേരൻസ് ആകട്ടെ, ആരെങ്കിലും ആകട്ടെ, അവർക്ക് കൊടുക്കുന്ന അതേ സ്നേഹം തന്നെ നിങ്ങൾക്കും കൊടുക്കുക. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങേയറ്റം അങ്ങ് സ്നേഹിക്കുക. എനിക്ക് ഞാൻ തന്നെ മതി, എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഒരാൾ മതി എന്നുള്ള ചിന്തയിൽ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആ ഒരു സാഡ് മെൻറ്റാലിറ്റി മാറും. നിങ്ങളൊരു സാഡ് പേഴ്സണാലിറ്റി ആണെങ്കിൽ ആ പേഴ്സണാലിറ്റി നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. നിങ്ങൾക്ക് സാഡാവേണ്ട, ഹാപ്പി ആവണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളെ സാഡാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുക. ചിലപ്പം ഈ സാഡ് വ്യക്തികളൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രസ്സിങ് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കെയർ ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ അവർക്ക് അവരെക്കുറിച്ച് ഒരു മതിപ്പും ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ അവരെക്കുറിച്ച് നല്ല ഒരു വ്യക്തിയായിട്ടായിരിക്കില്ല ചിന്തിക്കുന്നത്. അവർ വിചാരിക്കുക എന്നെ കാണാൻ രസമില്ല, അല്ലെങ്കിൽ എനിക്കൊരു കഴിവില്ല, അങ്ങനെ അവരെക്കുറിച്ച് തന്നെ നെഗറ്റീവാണ് ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചിന്തകളെ ഒന്ന് മാറ്റിയിട്ട് നമ്മളെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങുക. നമ്മൾ മറ്റൊരു വ്യക്തിക്ക് എന്തോരം സ്നേഹം കൊടുക്കുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക. അപ്പം നമുക്ക് നമ്മളെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇഷ്ടം തോന്നി തുടങ്ങും. മനസ്സിൽ പറയാം, എന്നെക്കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും, ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, അങ്ങനെയാണ് എന്നെ ദൈവം സൃഷ്ടിച്ചത്. മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോഴാണ് എനിക്ക് പ്രശ്നം വരുന്നത്. ആ കമ്പാരിസൺ മാറ്റിയിട്ട് ഞാനെന്ന് പറയുന്ന ഒരാൾ യുണീക്കായിട്ടുള്ളൊരു വ്യക്തിയാണ്, എനിക്കൊരു പ്രത്യേകതയുണ്ട്, മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്കില്ലാത്ത പല പ്രത്യേകതകളും എനിക്കുണ്ടാകും. അപ്പം ഞാൻ എന്നെ പൂർണ്ണമായിട്ട് അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങുക. ഇപ്പം സാഡായിരിക്കുന്ന മിക്ക വ്യക്തികളും ആദ്യം ചെയ്യേണ്ടത് ഇതാണ്, നമ്മളെ തന്നെ സ്നേഹിക്കാൻ. നമ്മുടെ തന്നെ കുറച്ച് സൗന്ദര്യ സംരക്ഷണത്തിനോ അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ഇടാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ യോഗ ചെയ്യാനോ അല്ലെങ്കിൽ നല്ല മ്യൂസിക് കേൾക്കാനോ ചിലപ്പോൾ നമുക്ക് വേണ്ടി ഒട്ടും ടൈം കൊടുക്കുന്നുണ്ടായിരിക്കില്ല. അതിനു വേണ്ടി നമ്മൾ ഇഷ്ടം പോലെ ടൈം മറ്റുള്ളവർക്ക് കൊടുക്കും. എന്നിട്ട് നമ്മളെ ശ്രദ്ധിക്കാതിരിക്കും. അപ്പം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആഹാരവും ഉറക്കവും മനസ്സിനെ നല്ലപോലെ സ്വാധീനിക്കും. അതുകൊണ്ട് ആരോഗ്യകരമായ ഭക്ഷണം. ചിലവരുണ്ട് സാഡ് മൂടാന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കും. എന്നിട്ട് ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സിലേക്ക് വന്നതിന് ശേഷം അവർ ഭയങ്കരമായിട്ട് തടിയൊക്കെ വെച്ച് വയറൊക്കെ ചാടി അവർ പണ്ടത്തെ ആളേ ആയിരിക്കില്ല. അതാണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൻ്റെ വിഷമം കാരണം അവരാകെ ആശ്രയിക്കുന്നത് നല്ല ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയായിരിക്കും. ചിലപ്പോൾ അവർ അമിതമായിട്ട് അങ്ങ് ഉറങ്ങിക്കളയും. അങ്ങനെയുള്ളവരുമുണ്ട്. അപ്പം നല്ല ഉറക്കവും നല്ല രീതിയിലുള്ള ആഹാരവും നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ സമാധാനം വരുമ്പോഴാണല്ലോ നമുക്ക് നല്ല ദുഃഖമൊന്നും ഇല്ലാതെ കുറച്ച് ഫ്രീ മൈൻഡായിട്ട് നമുക്ക് തോന്നുന്നത്. ഓരോ ദുഃഖത്തിനും ഓരോ പാഠങ്ങളുണ്ട്, അത് മനസ്സിലാക്കണം. നമുക്ക് എപ്പോഴും ഒരാൾക്ക് ദുഃഖം വന്നുകൊണ്ടിരിക്കത്തില്ല. പക്ഷേ നമ്മൾ മനസ്സിൽ നിന്ന് എപ്പോഴും ദുഃഖത്തെ പറ്റിയുള്ള ചിന്തകളാണെങ്കിൽ നമുക്ക് എപ്പോഴും സദാസമയവും ഇങ്ങനെ ദുഃഖത്തിലൂടെ പോയിക്കൊണ്ടിരിക്കാൻ പറ്റും. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് അവന് ദുഃഖവും വരും, അതുപോലെ തന്നെ സന്തോഷവും വരും. ഒരു രാത്രിക്ക് ഒരു പകലെന്ന പോലെ അവന് ഒത്തിരി ദുഃഖങ്ങൾ വന്നാലും അതൊരു സന്തോഷത്തിന് വഴിയൊരുക്കും. അല്ലെങ്കിൽ ഒരു സന്തോഷം അത് കഴിഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഒരു വ്യക്തി എപ്പോഴും അവരുടെ ലൈഫ് ലോങ് മുഴുവനും ദുഃഖമായിട്ടിരിക്കത്തില്ല. അത് അവർ മാനസികമായിട്ട് ചിന്തിച്ച് കൂട്ടുന്ന ഒരു മനോവിഷമം, മീൻസ് ഡിപ്രഷൻ എന്നുള്ളൊരു രീതിയിലോട്ട് ചിന്തകളിലൂടെ മാത്രമാണ് ഈ ഡിപ്രഷൻ വരുന്നത്. അപ്പം നമ്മുടെ ദുഃഖത്തിൽ നിന്ന് എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടായി അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് ഒരു ദുഃഖമുണ്ട്, അതിൽ നിന്ന് എൻ്റെ ലൈഫിൽ എന്താണ് അതിലേക്ക് പഠിക്കാനുള്ളത് എന്ന് സ്വയം നമ്മളോട് തന്നെ ചോദിക്കുക. അത് ചോദിച്ച് കഴിയുമ്പോൾ ആ ഒരു ദുഃഖം ഉണ്ടായ അപ്പം തന്നെ ചിലപ്പോൾ നമുക്കതൊന്നും ചോദിക്കാനോ നമ്മളോട് തന്നെ സംസാരിക്കാനോ അല്ലെങ്കിൽ അതിന് നമ്മൾ റിയാക്റ്റ് ചെയ്യുമായിരിക്കും. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ. പിന്നെ ഒരു 1-2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം മാറിക്കഴിയുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഇങ്ങനെ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഡ് മൊമെൻ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടായതിൽ നിന്ന് എനിക്കെന്താണ് പഠിക്കാനുള്ളത് എന്ന് നമ്മൾ തന്നെ ചോദിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്തുക. അപ്പോൾ നമുക്ക് ഓരോ ദുഃഖത്തിനും ഒരു കാരണമുണ്ടെന്നും അല്ലെങ്കിൽ ഓരോ പാഠമുണ്ടെന്നും മനസ്സിലാവും.
പിന്നെ നമുക്ക് ഒത്തിരി സാഡാണ്, നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് കരകയറാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ കലകളിൽ നമുക്ക് പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ നമുക്ക് ജോളിയായിട്ടുള്ള സിനിമകൾ കാണാം, അല്ലെങ്കിൽ വരയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ വരയ്ക്കുക, എഴുതാൻ മനസ്സുണ്ടെങ്കിൽ എഴുതുക. ഒന്നും എഴുതാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ദുഃഖങ്ങൾ എന്നുള്ളത് പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് ഒരു പേപ്പറിൽ അങ്ങോട്ട് എഴുതുക. നമ്മുടെ ദുഃഖങ്ങൾക്ക് ഒരു ഐഡൻറ്റിറ്റി കൊടുക്കുകയാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ദുഃഖങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് എല്ലാവരോടും ഒന്നും പറയാൻ പറ്റത്തുണ്ടാവില്ല, പക്ഷേ നമുക്ക് എഴുതാമല്ലോ. എഴുതുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ എന്താണെന്ന് നമ്മുടെ കൺമുന്നിൽ വരികയാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള പോംവഴിയും വരും. എഴുതി കഴിയുമ്പോൾ ഇതൊന്നും എൻ്റെ ലൈഫിൽ ആവശ്യമില്ലാത്ത ചിന്തകളാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങളാണെന്ന് നമ്മൾ മനസ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനുള്ള വഴികൾ ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ എഴുതി വെക്കുമ്പോൾ അത് ഇന്ന കാര്യങ്ങളാണ് എന്നെ ദുഃഖപ്പെടുത്തുന്നതെന്ന് എഴുതി വെക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇത് വേണ്ട 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 എന്ന് പറഞ്ഞാൽ അതെല്ലാം കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ആ ദുഃഖം എഴുതിയ പേപ്പർ എടുത്ത് കത്തിച്ച് കളയുക. ആ കത്തിച്ച് കളയുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യണം ഈ ദുഃഖങ്ങളെല്ലാം എൻ്റെ ലൈഫിൽ നിന്ന് എന്നേക്കുമായി കത്തിച്ചാമ്പലായിരിക്കുന്നു എന്ന ചിന്തയോടുകൂടി അത് കത്തിച്ച് കളയുക. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥനയും ധ്യാനവും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുക. നമ്മൾ ഫുൾ ടൈം നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ദുഃഖത്തിന് ഒരു അയവ് വരുത്താനോ പറ്റാതെ നമ്മൾ ആ സാഡ് മെൻറ്റാലിറ്റിയിലേക്ക് പോകുന്നത്. കൂടുതലും നമ്മളെ കൊണ്ടൊന്നിനും പറ്റത്തില്ല എന്നുള്ള, അതായത് കമ്പാരിസണാണ് മറ്റുള്ളവരുമായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ സാഡ് മെൻറ്റാലിറ്റിയിൽ ഫുൾ ടൈം ഇരുന്ന് പോകുന്നത്. അപ്പം പ്രാർത്ഥന, ധ്യാനം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും നടക്കാൻ പോവുക, അല്ലെങ്കിൽ വീടിന് ചുറ്റുമാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ, മീൻസ് ഒറ്റയ്ക്കായിരിക്കുന്ന ചിന്തകളിൽ നിങ്ങൾക്കൊരു കൺട്രോൾ വരുന്ന രീതിയിൽ ഒറ്റയ്ക്കായിരിക്കുന്ന മുഹൂർത്തങ്ങൾ സെലക്ട് ചെയ്യുക. അതായത് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ധ്യാനം ചെയ്യുകയോ നടക്കാൻ പോവുകയോ എന്തെങ്കിലും ഒറ്റയ്ക്കായിരിക്കണം. ആൾക്കാരെ ബഹളമൊന്നുമില്ലാതെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക. നിസ്സാര കാര്യങ്ങൾ പോലും നിങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങുക. ഒത്തിരി വലിയ കാര്യങ്ങളുണ്ടായാൽ മാത്രം, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വെഡിങ് ആനിവേഴ്സറി വന്നു, അല്ലെങ്കിൽ കല്യാണം വന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ലൈഫിൽ ആഘോഷിക്കാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നല്ല നല്ല കാര്യങ്ങൾക്കും ദിവസം പ്രതി നമുക്ക് ആഘോഷിക്കാൻ പറ്റും. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി നമ്മൾ വളർത്തിയെടുക്കണം. ഇപ്പോൾ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടായി, എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വീട്ടിൽ നല്ല രീതിയിൽ സംഭവിച്ചു, അപ്പോൾ അത് നന്നായി എന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ അത് നമുക്ക് തന്നെ എന്തെങ്കിലും ഇന്ന് ഇതൊക്കെ നല്ല അടിപൊളിയായി നടന്നുകൊണ്ട് ഇന്നൊരു നല്ല ഭക്ഷണം കഴിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് കഴിച്ചേക്കാം, അല്ലെങ്കിൽ ഇന്നൊരു ടൈമെല്ലാം ഫ്രീ ആക്കി ഒരു സിനിമ കണ്ടേക്കാം, അല്ലെങ്കിൽ ഒരു നല്ല പാട്ട് എനിക്ക് 5-6 പ്രാവശ്യം അങ്ങ് പാടണം, എനിക്ക് ഹാപ്പിയാണ് അതുകൊണ്ട് പാടണം എന്നല്ല കേൾക്കണം എന്നൊക്കെ തീരുമാനം എടുത്തിട്ട് നമ്മൾ ദിവസവും നമ്മുടെ മൈൻഡിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സമ്മാനം പോലെ സന്തോഷം ആഘോഷിക്കുക. സന്തോഷം, ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ മനസ്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ തുള്ളും. നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ വലിയ വലിയ സന്തോഷങ്ങളും നമ്മുടെ ലൈഫിൽ വന്നാലേ ആഘോഷിക്കൂ എന്നുള്ള ഒരു മെൻറ്റാലിറ്റി പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുക. പിന്നെ നമ്മളോട് തന്നെ സംസാരിക്കാൻ തുടങ്ങുക. അതെ, ഈ ധ്യാനം, പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശാന്തമായിട്ടിരിക്കുക. സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചിലവരുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ബഹളം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക. മീൻസ് അവർക്ക് തന്നെ അവരുടെ പ്രാർത്ഥന അവരുടെ ചെവിയിലൂടെ കേട്ടിട്ട് മനസ്സിലെത്തണം. അതാണ് ആ ഒരു ഇത് എന്ന് പറയുന്നത്. അതിൽ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ കൂൾ ആൻഡ് കാമായിട്ടിരുന്നിട്ട് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് തന്നെ സംസാരിക്കുക. അത് നമ്മുടെ ഉള്ളിൽ നമുക്ക് പുറത്ത് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ല ക്ലിയറായിട്ടും സൗണ്ടായിട്ടും നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ചിന്തകൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സ്വയം സംസാരിക്കുക. പോസിറ്റീവ് ആകാതെ ഈ നെഗറ്റീവ് ഒന്നും എനിക്ക് വേണ്ട, ഞാൻ പോസിറ്റീവ് ആകാതെ വിടത്തില്ല എന്ന് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് പറയുക. നമ്മൾ ആദ്യം തിരിച്ചറിയുക, യെസ് ഞാൻ ദുഃഖത്തിലാണ്, എനിക്കൊത്തിരി പ്രശ്നങ്ങളുണ്ട്, ഞാൻ സദാസമയം ദുഃഖത്തിലായിരിക്കുന്ന വ്യക്തിയാണെന്ന് ആദ്യം നമ്മൾ അംഗീകരിക്കണം. അതിനുശേഷം ഈ ഒരു ദുഃഖത്തിൻ്റെ ഫേസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാസ്ക് ഇട്ടുകൊണ്ട് മുഴുവൻ ജീവിതകാലവും നടക്കേണ്ട ഒരാളല്ല ഞാൻ. ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു വ്യക്തി ഈ ലോകത്തിന് മുമ്പിൽ എനിക്ക് എല്ലാ ആരോഗ്യവും ആയുസ്സും എല്ലാം തന്ന് അത് നല്ല സക്സസ് ആയിട്ടുള്ള ഒരു ലൈഫായിട്ട് എനിക്ക് കാണിക്കണം ലോകത്തിന് മുന്നിൽ. അതിനു വേണ്ടിയാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നൊരു ചിന്ത വേണം. എന്നിട്ട് പറയണം, ഞാനിങ്ങനെ ദുഃഖത്തിലും സങ്കടത്തിലും ജീവിക്കാനുള്ള വ്യക്തിയല്ല, എനിക്ക് പോസിറ്റീവായിട്ട് മാറണം എന്നുള്ളൊരു തീരുമാനത്തോടെ നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ സംസാരിച്ച് തുടങ്ങുക. ഓക്കെ, ദുഃഖം ഒറ്റയ്ക്ക് കയറി വരുന്നുണ്ടാകും, പക്ഷേ അതിനെ തുരത്താൻ നമുക്ക് ഒത്തിരി വഴികളുണ്ട്. ദുഃഖം എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ദുഃഖത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനെ മാറ്റാൻ വേണ്ടി നമ്മളെ അങ്ങോട്ട് സ്നേഹിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്.
പിന്നെ ഇത് പറഞ്ഞതുപോലെ നമ്മൾ സിനിമ കാണുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കുറച്ച് ടൈം, ഒരു സിനിമ കാണാൻ കുറച്ച് സമയം വേണമല്ലോ. അപ്പം മറ്റുള്ള ബഹളങ്ങൾ അല്ലെങ്കിൽ ജോലികളൊക്കെ ഒതുക്കി വെച്ച് ഒരു സിനിമ നമ്മൾ തന്നെ എൻ്റർടൈൻമെൻറ്റ് കോമഡി ആയിട്ടുള്ള ഒരു സിനിമ കാണാൻ വേണ്ടി ടൈം കൊടുക്കുക. ഇങ്ങനെ തിരക്ക് പിടിച്ച് നടക്കുന്ന ലൈഫിൽ ചിലപ്പോൾ സമയമില്ലെന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് വേണ്ടി നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ദിവസം അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ദുഃഖം വരുന്നത് ഞാൻ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണെന്ന് നമ്മൾ അംഗീകരിക്കണം. അല്ലാതെ അത് മനുഷ്യന്മാരുടെ ശരിക്കുള്ള സ്വഭാവമാണ്. ദുഃഖം വരുമ്പോൾ അത് നമ്മൾ ആ മനസ്സിനോട് സംസാരിച്ചിട്ടാണ് ഇത് മാറ്റേണ്ടത്. പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക, പോസിറ്റീവായിട്ടുള്ള നല്ല പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ വീഡിയോസ് കാണുക, മീൻസ് മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണുക. നല്ലപോലെ നമ്മളോടും നമ്മുടെ സങ്കടങ്ങളൊക്കെ കേട്ടിരുന്ന് നമ്മളെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോഴും അല്ല എഴുതുമ്പോഴും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുഃഖം ഒത്തിരി അങ്ങോട്ട് ഇല്ലാതായി പോകുന്ന ഒരു ഫീലിങ്സ് നമുക്ക് വരും. അടുത്തതായിട്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നടക്കാനോ അല്ലെങ്കിൽ യോഗ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ബോഡീനെ ഒന്ന് അനക്കുക. ബോഡീനെ ഒന്ന് അനക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ആ ദുഃഖവും നമ്മുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ മൂലം തന്നെ നമുക്ക് ആ ദുഃഖത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ മാറും. അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് തന്നെ ഒരു പോസിറ്റീവ് വൈബ് വരും. അപ്പം നമ്മൾ ഒരു വിധത്തിലുള്ള എക്സസൈസ് അങ്ങനത്തെ ഒന്നും ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ ഇന്ന് മുതൽ ഒരു 5 മിനിറ്റ് ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്തൂടെയെങ്കിലും ഇങ്ങനെ നടക്കും. എന്നിട്ട് ആ നടക്കുമ്പോൾ ഒക്കെ നമ്മൾ നല്ല നല്ല മീൻസ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല മീൻസ് നമ്മൾ ഇപ്പോൾ ലൈഫിൽ നമുക്കുള്ള കാര്യത്തിനൊക്കെ നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് ചെയ്യുക. നമ്മളെപ്പോഴും നന്ദി പറയുന്ന ശീലം വളർത്തുക. ഈ സാഡായിട്ടുള്ള വ്യക്തികൾ എപ്പോഴും ചിന്തിക്കുന്നത് അവരുടെ ലൈഫിൽ എന്തില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് എന്തൊക്കെ കുറവുകളുണ്ട് എന്ന് ചിന്തിക്കുന്നതിലൂടെയാണ് കൂടുതലും നമുക്ക് സങ്കടം വരുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയെ മാറ്റിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എന്തൊക്കെയുണ്ട്, എനിക്ക് മക്കളുണ്ട്, ഫാമിലിയുണ്ട്, പേരൻസ് ഉണ്ട്, വീടുണ്ട്, ജോലിയുണ്ട്, അങ്ങനെ നമുക്കുള്ളതിനെല്ലാം അങ്ങോട്ട് സ്നേഹിച്ചിട്ട് അതിനെപ്പറ്റി നന്ദി പറഞ്ഞു തുടങ്ങുക. ദിവസം ഒരു 3 കാര്യങ്ങൾ നന്ദി പറയാം. എന്നും എഴുതണം. നമ്മൾ എന്തെങ്കിലും ഒരു 3 കാര്യങ്ങൾ ഇന്ന് എൻ്റെ ലൈഫിൽ സംഭവിച്ച ഈ 3 കാര്യങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് എഴുതാൻ തുടങ്ങുക. അപ്പോൾ ഈ നന്ദിൻ്റെ ആ ലിസ്റ്റ് ഇങ്ങനെ വലുതായി വരുന്തോറും നമുക്ക് ഹാപ്പിനെസ് വരും. ഇത്രയൊക്കെ സന്തോഷങ്ങൾ എൻ്റെ ലൈഫിലുണ്ടല്ലോ എന്ന്. അതായത് നമ്മൾ ദുഃഖത്തിലോട്ട് മാറി നമ്മുടെ ഉള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ നന്ദി പറയുന്നതിൻ്റെ ലിസ്റ്റ് ഇങ്ങനെ വലുതായി വരുമ്പോൾ തന്നെ നമുക്ക് ആ ദുഃഖങ്ങളെയല്ല എൻ്റെ ലൈഫിൽ സന്തോഷങ്ങളുടെ ലിസ്റ്റാണ് വേണ്ടതെന്നൊരു ബോധം വരും. പിന്നെ നിങ്ങൾക്ക് വിശ്വസ്തമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഈ കാര്യങ്ങൾ സംസാരിക്കുക. അത് നിങ്ങളുടെ മനസ്സിലുള്ള ഭാരങ്ങൾ ഇറക്കി വെക്കാൻ നല്ലൊരു വഴിയാണ്. അതല്ല നിങ്ങളുടെ ദുഃഖം ഭയങ്കര വലുതാണ്, നിങ്ങൾക്ക് ഒട്ടും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഫഷണലായിട്ടുള്ളൊരു വ്യക്തിനെ, കൗൺസിലറിനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ പോയി കാണണം. ഇന്നത്തെ കാലത്ത് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, അത് നമ്മുടെ മാറി വരുന്ന ജീവിത സാഹചര്യങ്ങളുടെ ഭാഗമാകുന്ന ഒരു ഇതാണ്. നമുക്ക് അമിതവണ്ണം അല്ലെങ്കിൽ ഡിപ്രഷൻ ഇതൊക്കെ സർവ്വസാധാരണമാണ്. അത് മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഞാനിങ്ങനെ കൗൺസിലറെ കാണാൻ പോയി അല്ലെങ്കിൽ ഞാൻ ഡോക്ടറെ കാണാൻ പോയി അത് ഭയങ്കര പ്രശ്നമാണ്, ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ലൈഫാണ്, നമുക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ. അത് ശരിയാക്കി എടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരോട് പറയാം, എനിക്ക് ഭയങ്കര ദുഃഖമാണ്, ഇതൊന്നും പോകുന്നില്ല, അപ്പോൾ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ പോയി കാണുക, പ്രൊഫഷണൽ സഹായം നേടുക, കൗൺസിലിംഗ് അറിയാവുന്ന ആൾക്കാരുമായിട്ട് പോയി സംസാരിക്കുക, അവരോട് എല്ലാം തുറന്നു വരിക. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടോ ഫാമിലിയിലുള്ളവരോടോ ഒന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു കൗൺസിലർ കേട്ടിരിക്കും. അവരതിനുള്ള റെമഡീസ് നമുക്ക് പറഞ്ഞു തരും. മരുന്നുകൊണ്ടല്ല ഇത് മാറുന്നത്. നമ്മുടെ ദുഃഖം, ഡിപ്രഷൻ ഇതൊന്നും മരുന്നുകൊണ്ട് മാറുന്നതല്ല. ചില ഡോക്ടേഴ്സിനെ കാണാൻ പോകുമ്പോൾ അവർ ചിലപ്പോൾ ഇതൊന്നും കേൾക്കത്തില്ല. മീൻസ് നിങ്ങൾ ശരിക്കും പോകേണ്ടത് കൗൺസിലറിൻ്റെ അടുത്താണ് പോകേണ്ടത്. സാധാരണ ഒരു ഡോക്ടറെ അടുത്ത് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കാട്രിസ്റ്റ്, അവരുടെ അടുത്ത് പോകുമ്പോൾ അവരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്രഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ വലിയ വലിയ കഥകളൊന്നും കേൾക്കാൻ അവർ റെഡി ആവത്തില്ല. അവരെന്താ ചെയ്യുക, നമ്മുടെ ഉറക്കം നല്ല ആക്കാൻ വേണ്ടിയിട്ട് ഉറക്കത്തിൻ്റെ ഗുളിക തരും. ഇതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നതിലും നല്ലത് ഒരു കൗൺസിലറിനെ സമീപിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പറയുക, അവർ തരുന്ന അഡ്വൈസ് സ്വീകരിക്കുക.